കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലേക്ക് ഓര് ജലം കടക്കാതിരിക്കാൻ ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ അടച്ചിട്ടും KMML മണൽ നീക്കം നടത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഉപ്പുവെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകാതിരിക്കാൻ പൊഴിമുഖം അടയ്ക്കേണ്ടതിന് പകരമായി കടലിൽ നിന്നുൾപ്പെടെ ഇന്നലെയും കരിമണൽ ഖനനം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഓരുവെള്ള ഭീഷണി അതിശക്തമാണെന്ന് കുട്ടനാട്ടിലെ കർഷകർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ 36 ഷട്ടറുകൾ അടച്ചത്. അവശേഷിക്കുന്ന 4 ഷട്ടറുകളിൽ 3 എണ്ണം പ്രവർത്തനരഹിതവും 1 ഷട്ടർ തന്നെ ഇല്ലാത്ത അവസ്ഥയിലുമാണ്. വേലിയേറ്റ സമയത്ത് ഓരുജലം ഷട്ടറുകൾ വഴി പാടശേഖരങ്ങളിൽ എത്തുന്നുവെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് കളക്ടർ, ജലവിഭവ വകുപ്പ്, മെക്കാനിക്കൽ വിഭാഗം എന്നിവർ ചേർന്നുള്ള സംയുക്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷട്ടറുകൾ അടച്ചത്. മാത്രമല്ല, കാലവർഷം ശക്തമാണെങ്കിലും സ്പിൽവേ വഴി പുറന്തള്ളപ്പെടുന്ന ജലത്തിന്റെ അളവ് വളരെ കുറവാണെന്നാണ് വിലയിരുത്തൽ. മറിച്ച് കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം ഒഴുകിക്കയറുകയും ചെയ്യുന്നു. പൊഴിയുടെ ആഴം കൂട്ടലിന്റെ മറവിൽ ഖനനം മാത്രമാണ് നടക്കുന്നതെന്ന് ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് സ്പിൽവേ അടച്ച പശ്ചാത്തലത്തിലും കടലിലേക്കിറങ്ങിയുള്ള മണലെടുപ്പ് KMML ആരംഭിച്ചിരിക്കുന്നത്. അതീവ പരിസ്ഥിതിലോല പ്രദേശത്താണ് JCBകൾ ഉപയോഗിച്ചുള്ള സീ വാഷിംഗ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവകരം. കടലിൽ നിന്നും മണലെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭ്യമായി. കുട്ടനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ കുടിയേറിയ IREL KMML കമ്പനികള് ഇവിടെ ഈ പൊഴിമുഖത്ത് നിന്നും കടലിൽ ഇറങ്ങി, ഇപ്പം ചാകര ആയതുകൊണ്ട് കടലിൽ ഇറങ്ങി സീ വാഷിംഗ് നടത്തുകയാണ്. അവര് ക്രമാതീതമായി മണൽ വാരുകയാണ്. നമ്മുടെ തീരം, പാനൂർക്കര, തൃക്കുന്നപ്പുഴ, അതുപോലെ തന്നെ ആറാട്ടുപുഴ പഞ്ചായത്ത്, പുറക്കാട് പഞ്ചായത്തിന്റെ തീരമേഖല, പുന്നപ്പുറ, അമ്പലപ്പുഴ പഞ്ചായത്തിന്റെ തീരമേഖല അപ്പാടെ തകർന്നു. ഒരു പാരിസ്ഥിതിക ആഘാത പഠനവും നടത്താതെ ഒരു പ്രദേശത്ത് JCBയും കൊണ്ടുവന്ന്, ലോറിയും കൊണ്ടുവന്ന് മണൽ ലോകത്ത് എവിടെയെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ തോട്ടപ്പള്ളിയിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം മണലെടുപ്പ് വർദ്ധിച്ചതിനെ തുടർന്ന് കുട്ടനാട്ടിൽ ഉപ്പുജലം കയറി വ്യാപക കൃഷിനാശം ഉണ്ടായിരുന്നു. തുടർന്ന് മണ്ണെടുത്ത് പൊഴിമുഖം അടക്കേണ്ടതായി വന്നു. കടൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തുമ്പോഴാണ് സീ വാഷിംഗിന് സമാനമായ പ്രവൃത്തി തോട്ടപ്പള്ളിയിൽ നടക്കുന്നത്. ഇതൊരു വലിയ ദുരന്തമാണ്. ഈ ദുരന്തം ആലപ്പുഴയെ മാത്രമല്ല നമ്മുടെ സമീപ ജില്ലകൾക്ക് കൂടെ ക്ഷത ഉണ്ടാക്കുന്ന തരത്തിലാണ് നടക്കുന്നത്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന കരിമണലിന് കണക്കില്ല. എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ആർക്കും അറിയത്തില്ല. കുറെയൊക്കെ അവരുടെ കമ്പനികളിൽ പോകും, കുറെയൊക്കെ പ്രൈവറ്റ് കമ്പനികളിലേക്കും ഇവര് രാത്രി കടത്തുന്നുണ്ട്. വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ തോട്ടപ്പള്ളിയിൽ നിന്ന് പരിശോധനകൾ പോലും ഇല്ലാതെയാണ് കരാറുകാർ ലോറികളിൽ മണൽ നീക്കം നടത്തുന്നെന്ന ആരോപണവുമുണ്ട്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകയറ്റാനാണ് തോട്ടപ്പള്ളി പൊഴിയിലെ മണൽ നീക്കമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന സർക്കാർ ഇപ്പോൾ മണൽ നീക്കത്തിന്റെ പ്രത്യാഘാതമായി കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.